പി.വി. അൻവർ എം.എൽ.എയുടെ ആരോപണത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ പൊതുവേദിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ADGPക്കെതിരെ അന്വേഷണം നടത്തുക. കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിലാണ് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. പോലീസ് സേനയിലെ അച്ചടക്ക ലംഘനം വെച്ചുപൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. തനിക്കെതിരായ മുഴുവൻ ആരോപണങ്ങളും സർക്കാർ അന്വേഷിക്കട്ടെ എന്നാണ് MR അജിത് കുമാറിന്റെ പ്രതികരണം. ഇക്കാര്യം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും കത്ത് നൽകിയതായും ADGP പറഞ്ഞു. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. പോലീസ് സേനയ്ക്കായി താൻ ചെയ്ത കാര്യങ്ങൾ സമ്മേളനത്തിൽ MR അജിത് കുമാർ എണ്ണി പറഞ്ഞു. സമ്മേളന വേദിയിൽ ഒരുമിച്ചുണ്ടായിട്ട് മുഖ്യമന്ത്രി ADGPയെ ഗൗനിച്ചില്ല. വിവരങ്ങളുമായി B ദിലീപ് കുമാർ, ഒപ്പം ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ആദ്യം ദിലീപ് കുമാറിലേക്ക്. ദിലീപ് കുമാർ, ഫോൺ ചോർത്തൽ, കൊലപാതക ശ്രമം, സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് പി.വി. അൻവർ MLA ഉന്നയിക്കുന്നത്. ഈ അൻവർ പറയുന്നത് നാളെ മുഖ്യമന്ത്രിയെ കാണും, ആരോപണങ്ങൾ പരാതിയായി മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഉന്നയിക്കും. അതോടൊപ്പം ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഒരു വലിയ സംഘം ഈ അന്വേഷണം നടത്തണമെന്നാണ് അൻവറിന്റെ ആവശ്യം. ഇപ്പോൾ സർക്കാർ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. എത്രത്തോളം ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് മുകളിലേക്ക് വരുന്നത്? അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാകുമോ ഉണ്ടാവുക? ശ്രീലക്ഷ്മി, CPIM-നെ പിടിച്ചുലച്ച പി.വി. അൻവറിന്റെ ആരോപണങ്ങൾ CPIM ഗൗരവമായി എടുക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഏതാണ്ട് കൈവിടുന്ന നിലയിലാണ് ഇന്ന് അദ്ദേഹം കോട്ടയത്ത് കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾ. ഏത് വമ്പനായാലും ഈ അച്ചടക്ക ലംഘനം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വേദിയിലുണ്ടായിരുന്ന MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി നോക്കിയതുമില്ല. തുടർന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട ADGP MR അജിത് കുമാർ ഇക്കാര്യത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്തണം, അത് നേരിടാൻ തയ്യാറാണ് എന്ന നിലയിൽ താൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്ന കാര്യം പറഞ്ഞു. ഒറ്റ വരിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒതുക്കുകയും ചെയ്തു. എന്നാൽ CPIM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന ആരോപണങ്ങളാണ് പി.വി. അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. നാളെ പി.വി. അൻവർ മുഖ്യമന്ത്രിയെ കാണും എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുമോ, അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയാൽ എന്തായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നടത്തുന്ന പ്രതികരണങ്ങൾ തുടങ്ങിയതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും CPIM-നെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ പ്രതിരോധത്തിലേക്ക്, സർക്കാരിനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയാകും ഈ അന്വേഷണം നടത്തുക എന്നതാണ്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അന്വേഷണം നടത്തുക. സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ DGP റാങ്കിൽ 4 ഉദ്യോഗസ്ഥരുണ്ട്. ഇതിൽ ആരെയായിരിക്കും അന്വേഷണ ചുമതല ഏൽപ്പിക്കുക എന്നത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. MR അജിത് കുമാറിന് പകരം മറ്റു 2 ഉദ്യോഗസ്ഥരുടെ പേരുകൾ ക്രൈംബ്രാഞ്ച് മേധാവി ADGP ആയിട്ടുള്ള H വെങ്കടേഷിൻ്റെയും, അദ്ദേഹം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അത് അന്വേഷിക്കുന്ന IG സ്പർജൻ കുമാർ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ മേൽനോട്ടം H വെങ്കടേഷിനാണ്. മറ്റൊന്ന് ജയിൽ മേധാവിയായിട്ടുള്ള ബൽറാം കുമാർ ഉപാധ്യായയാണ്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഈ പദവിയിലേക്ക്, ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിലേക്ക് വന്നേക്കും എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്. ഏതായാലും
സർക്കാർ ഇപ്പോൾ ഈ PV അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് എങ്ങനെ തലയൂരാൻ കഴിയും, എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും എന്ന ആലോചനയിലാണ്. മറ്റൊന്ന്, PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് P ശശിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയാണ് P ശശി. പക്ഷേ P ശശിയുടെ കാര്യത്തിൽ എന്തു തീരുമാനമാകും CPIM-ഉം മുഖ്യമന്ത്രിയും കൈക്കൊള്ളാൻ പോവുക എന്നതൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ P ശശിയുടെ കാര്യത്തിൽ വേണ്ടത് രാഷ്ട്രീയപരമായ തീരുമാനമാണ്. അൻവറിൻ്റെ ആരോപണം, P ശശിക്കെതിരായ ആരോപണം തള്ളുമോ അതോ ഈ വിഷയത്തിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നതൊക്കെ ഇനി CPIM-ഉം മുഖ്യമന്ത്രിയുമാണ് തീരുമാനിക്കേണ്ടത്. ശ്രീലക്ഷ്മി. ദിലീപ് കുമാർ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഇപ്പോൾ MR അജിത് കുമാറിനെതിരെയും പാർട്ടിയിൽ തന്നെ ചില തരത്തിലുള്ള എതിർപ്പുകളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇനി ആഭ്യന്തര വകുപ്പിന് മുന്നിലുള്ള വഴികൾ, അതോടൊപ്പം പാർട്ടി ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മറികടക്കാനായി ഇനി എന്തൊക്കെ നടപടികളിലേക്കാകും കടക്കേണ്ടത്? ശ്രീലക്ഷ്മി, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വകുപ്പിലെ ഒരു ഉന്നതനെതിരെ പോലീസിൻ്റെ ADGP-ക്കെതിരെയും അതോടൊപ്പം തന്നെ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെയുമാണ് പ്രധാനമായും ആരോപണം വന്നത്. ആ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് എന്ന നിലയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ആ കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് പൊതുവേദിയിൽ തന്നെ കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ തന്നെ പറഞ്ഞത്. അതേസമയം P ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ആരോപണം തള്ളിക്കളയുന്നെങ്കിലോ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും CPIM-ന്റെ സംസ്ഥാന നേതൃത്വവുമാണ്. അത് രാഷ്ട്രീയപരമായ ഒരു നിയമനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിലയിലുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരേണ്ടത്. അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് വരേണ്ടത്. ഏതായാലും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി സത്വര നടപടി സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ MR അജിത് കുമാറിനെ അദ്ദേഹം കൈവിട്ടിരിക്കുന്നു. നേരത്തെ തന്നെ പല സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ സംരക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ കൈവിട്ടിരിക്കുകയാണ്. ഏതായാലും ഇനി എന്തായിരിക്കും മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്ന അടുത്ത നടപടികൾ? ആരെയായിരിക്കും ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കുക? അതോടൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീലക്ഷ്മി. യെസ്, ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ ഈ ചുമതലയിൽ നിന്ന് മാറ്റിയേക്കുമെന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ വാർത്ത വരികയാണ്. ഷഫീദ് റാവുത്തർ ചേരുകയാണ് വിവരങ്ങളുമായി. ഷഫീദ്, ADGP-യെ മാറ്റും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണോ മുന്നോട്ട് പോവുക? ഇനി അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഇനി പുതിയതായി ആരെയാണ് പരിഗണിക്കുന്നത്? എന്താകും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി വരിക? ഷഫീദ്. ശ്രീലക്ഷ്മി, ഇപ്പോൾ ഏതായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഇത്രയധികം ആരോപണം ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഒരു പൊതുവേദിയിൽ തന്നെ മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ കൈവിട്ടൊരു സാഹചര്യത്തിൽ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ ഉടൻ മാറ്റിയേക്കും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. പകരം മനോജ് എബ്രഹാം, അതേപോലെ തന്നെ H വെങ്കടേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ആഭ്യന്തര വകുപ്പ് പരിഗണിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. ഈ രണ്ടുപേർക്കും സാധ്യതയുണ്ട്. ബൽറാം കുമാർ ഉപാധ്യയുടെ പേരും നിലവിലിപ്പോൾ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. H വെങ്കടേഷിന് സർക്കാരുമായി കൂടുതൽ അടുപ്പമുണ്ട്. മാത്രമല്ല, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് H വെങ്കടേഷ്. ഇതുവരെയും സംസ്ഥാന സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ അതൃപ്തിയോ കാര്യങ്ങളോ H വെങ്കടേഷിനില്ല. മനോജ് എബ്രഹാമിനെ സംബന്ധിച്ച് നിലവിൽ ഇന്റലിജൻസ് ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. മനോജ് എബ്രഹാം ഈ സർക്കാരുമായി മുൻപും വലിയ തരത്തിൽ അലയൻസ് ഉള്ള, ഏത് സർക്കാർ മാറി വന്നാലും ആ സർക്കാരുമായി അലയൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മനോജ് എബ്രഹാം. മലയാളി കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൂടി ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പരിഗണനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നേരത്തെ ഈ പോലീസ് ആസ്ഥാനത്തെ ADGP ആയിരുന്ന ബൽറാം കുമാർ ഉപാധ്യായ, അദ്ദേഹം ഈ പോലീസിനെ നിയന്ത്രിച്ച പരിചയമുള്ളയാളാണ്. പലതരത്തിലുള്ള ചുമതലകൾ, ജയിൽ വകുപ്പിന്റെ അടക്കം ചുമതലയിൽ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും ബൽറാം കുമാർ ഉപാധ്യയും പോലീസിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ സാധ്യതാ പട്ടികയിലുണ്ട്, സർക്കാരിന്റെ സാധ്യതാ പട്ടികയിലുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഒരു DGP നിലവിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അന്വേഷണങ്ങൾ, ഈ വിവാദങ്ങളിൽ അന്വേഷണം നടത്തുമെന്ന് പറയുമ്പോൾ പോലും ക്രമസമാധാന ചുമതലയിൽ നിന്ന് പൂർണ്ണമായും ADGP MR അജിത് കുമാറിനെ മാറ്റിയിട്ടായിരിക്കും ഈ അന്വേഷണം എന്നുള്ള കാര്യം ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം. അതിനുള്ള നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിൽ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. പകരം സർക്കാർ പരിശോധിക്കുന്ന പേരുകളാണ് മനോജ് എബ്രഹാം, H വെങ്കടേഷ്, ബൽറാം കുമാർ ഉപാധ്യായ തുടങ്ങിയ പേരുകൾ. ഏതായാലും ഈ 3 പേരിൽ ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. S ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളും പോലീസ് ആസ്ഥാനത്തുണ്ട്. അദ്ദേഹം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ചുമതലയിൽ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിനും ലോ ആൻഡ് ഓർഡർ നോക്കി പരിചയമുണ്ട്. അദ്ദേഹത്തെയും ഒരു പക്ഷേ സർക്കാരിന്റെ പരിഗണനയിൽ ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും അല്പസമയത്തുള്ള, പക്ഷേ ഇന്ന്
തന്നെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഇറങ്ങിയേക്കാമെന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കാരണം സർക്കാരിനെ സംബന്ധിച്ച് ഇനിയും ഈ നാണക്കേട് സഹിക്കാൻ കഴിയില്ല. കൊലപാതക ശ്രമം, സ്വർണ്ണക്കള്ളക്കടത്ത്, അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിന്റെ മുകളിൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം, അതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റിയേക്കും. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൈവിടുന്നത്. ഈ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാകും ഇപ്പോൾ ഉണ്ടാവുക എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പുതുതായി അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തേക്ക് ആരാകും വരിക എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്.